ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പിമോൾ മാറി നിൽക്കുന്നുണ്ട്. ശാലിനി അടുത്തേക്ക് ചെല്ലുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. പപ്പി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടി ഉണ്ടായിരുന്നത് നന്നായിരുന്നുവെന്ന്, അവരെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. പപ്പിമോൾ ശ്യാമയും രോഹിത്തിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് സങ്കടമാകുന്നുണ്ട്. ശാലിനി സങ്കടത്തോടെ പപ്പിമോളോട് പറയുന്നുണ്ട്, ഇപ്പം മോളുടെ അച്ഛനും അമ്മയും ഞങ്ങളാണെന്ന്, ഞങ്ങളെ അച്ഛനെയും അമ്മയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ഛനെയും അമ്മയും ശാരദാമ്മയും എല്ലാവരെയും കൂട്ടിയിട്ട് വരാം, ഇപ്പം മോള് സത്യയുടെ കൂടെ പോയി കളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോളെ പറഞ്ഞു വിടുന്നുണ്ട്. പപ്പിമോൾ അവിടെ നിന്ന് പോയതിനു ശേഷം ശാലിനി സങ്കടപ്പെടുകയാണ്. എൻ്റെ മോളോട് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളാണെന്ന്. അവൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാലും അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് ശാലിനി സങ്കടപ്പെടുകയാണ്. വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശാലിനിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ശാലിനി അപ്പോൾ പപ്പിമോളുടെ കാര്യം പറയാണ്. പപ്പിമോളുടെ മനസ്സിൽ ശ്യാമയും രോഹിത്തുമാണ് അച്ഛനും അമ്മയും, അവളുടെ മനസ്സിൽ നമ്മൾക്ക് സ്ഥാനമില്ലെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ വിഷ്ണു അച്ഛനും ചേച്ചി അമ്മയും മാത്രമാണ് നമ്മളെന്ന്. എന്തായാലും എല്ലാം ശരിയാവും, ഒരു ദിവസം അവളെല്ലാം അറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുമെന്നൊക്കെ പറയാണ്. ശാലിനി അപ്പോൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, നമുക്ക് നമ്മുടെ മോളെ സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ. നമ്മുടെ കൂടെ ഉണ്ടായിട്ടും അവൾ നമ്മളെ അച്ഛനും അമ്മയുമായിട്ട് കാണുന്നില്ലല്ലോ, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ എന്നൊക്കെ പറയാണ്. വിഷ്ണു അപ്പോൾ ശാലിനിയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എല്ലാം ശരിയാകും, കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, അവൾ നമ്മളെ മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നു. സത്യമോളും പപ്പിമോളും അവിടേക്ക് വരികയാണ്. സത്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യ പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കാനായിരുന്നെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ശേഷം വിഷ്ണു കുട്ടികളെയും കൂട്ടി വാട്ടർ റൈഡുകളിലൊക്കെ കയറുകയാണ്. ആ സമയത്ത് ശാലിനിയും വിളിക്കുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ കണ്ട് ആസ്വദിച്ചോളാമെന്നൊക്കെ. വിഷ്ണു അപ്പോൾ ശാലിനിയെ പോയി എടുക്കുന്നുണ്ട്. ശാലിനി എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് ശാലിനിക്ക് കോൾ വരുന്നുണ്ട്. ശാരദാമ്മയാണ് വിളിക്കുന്നത്. ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ, കുട്ടികളെ ശ്രദ്ധിച്ചോണമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് എന്നെ താഴെ നിർത്താനെന്ന്. വിഷ്ണു അപ്പോൾ താഴെ നിർത്തുന്നുണ്ട്. ശാരദാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് താഴെ നിർത്തുന്ന കാര്യം പറയുന്നതെന്ന്. ശാലിനി അപ്പോൾ ഒന്നുമില്ല, ഇവിടെ പിള്ളേർ കളിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശാരദാമ്മ പറയുന്നുണ്ട്, എനിക്കൊരു സമാധാനവുമില്ല, എന്തായാലും കുട്ടികളെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശേഷം കാണിക്കുന്നത് അനൂപിനെയാണ്. അനൂപ് നൂറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അനൂപിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇങ്ങനെ ആയാലും എങ്ങനെയാ, ഇതുവരെയും വന്നില്ലല്ലോ, പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുന്നു. രജിസ്റ്റർ ഓഫീസിൽ നിന്നും അനൂപിന്റെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. എന്താണ് ലേറ്റ് ആകുന്നതെന്ന് ചോദിച്ചിട്ട് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്ന്, ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഫോൺ വെച്ചതിന് ശേഷം കൂട്ടുകാരൻ അനൂപിനോട് പറയുന്നുണ്ട്, ഇതുവരെ നൂറ വന്നില്ലല്ലോ, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോയിൽ നൂറ വരുന്നുണ്ട്. നൂറ ഓട്ടോയിൽ വന്നിറങ്ങിയതിന് ശേഷം അനൂപിനോട് പറയുന്നുണ്ട്, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നസീറും ബാപ്പയും വന്ന് എന്നെ പൂട്ടിയിട്ടു, പിന്നെ മാമിയാണ് രക്ഷിച്ചത്, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു. അനൂപ് ഉടനെ തന്നെ കാറിൽ കയറാനെന്ന് പറയുന്നു. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാമെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും കുട്ടികളും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമോൾ ദോശ വേണമെന്നൊക്കെ പറയുന്നു. വിഷ്ണുവും ശാലിനിയും ഒരു തട്ടുകട കാണുമ്പോൾ അവിടെ നിർത്തുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ട് മരിക്കുന്നുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയാണ് കട നടത്തുന്നത്. വിഷ്ണു അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി എന്താണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നതെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, ആ കാണുന്ന വീടാണ് എന്റെ വീട്, ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണെന്നൊക്കെ പറയുന്നു. മോളെ അവിടെ ഇരുത്തിയിട്ട് വന്നാൽ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ഇവിടെ കൂടെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയാണ്. വീട് പണി സഹായത്തിന് വേണ്ടി കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പണമാണ് വേണ്ടതെന്നൊക്കെ പറയാണ്. എന്റെ മോളുടെ കുട്ടിയാണ്, എന്റെ മോളാണെങ്കിൽ മരിച്ചുപോയി, അവൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചതാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒരു റൂം പോലും അടച്ചുറപ്പുള്ളതില്ലെന്നൊക്കെ പറയാണ്. പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത്, എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടുന്നുണ്ട്. ശാലിനി എല്ലാം കേട്ടുകൊണ്ട് ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.